അതെ, കൂടെ അഭിനയിപ്പിക്കാൻ എല്ലാവർക്കും പറ്റും. ഇപ്പം ഞാനൊരു ഫിലിം സ്റ്റാർ ആണെങ്കിൽ എൻ്റെ പടത്തിൽ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരാളെ വിളിക്കുന്നത് ഞാൻ അവസരം കൊടുക്കുകയല്ലത്. രണ്ടുദ്ദേശം എനിക്കുണ്ട്. ഒരുപാട് പൈസ കൊടുത്ത് ഒരാളെ വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. മെയിൻ സ്റ്റാർ ആയതുകൊണ്ട് തന്നെ ഈ പടം വിൽക്കും. അപ്പം ഇപ്പം കുരുതിയിൽ നസ്ലിന് അവസരം കൊടുത്തു എന്ന് പറയുന്നത് പോലെ അല്ല, അത് സ്റ്റാർ, അതിനകത്ത് മെയിൻ ലീഡ് പൃഥ്വിരാജാണ്. അങ്ങനെ പല പടങ്ങളിലും അദ്ദേഹമാണ് ലീഡ് ചെയ്തേക്കുന്നത്. അദ്ദേഹം ലീഡ് ചെയ്ത പടങ്ങളിൽ അദ്ദേഹം മുൻപ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റും അദ്ദേഹം മോഹൻലാലിനെ മമ്മൂട്ടിയെ പറ്റി പറഞ്ഞത്, പ്രായം ആയ കഥാപാത്രങ്ങൾ മോഹൻലാലിനെ മമ്മൂട്ടിയും പോലുള്ള ആൾക്കാർ ചെയ്താൽ, ഈ പ്രായം കുറഞ്ഞ കഥാപാത്രങ്ങൾ മോഹൻലാലിനെ മമ്മൂട്ടിയും പോലുള്ള ആൾക്കാർ ചെയ്താൽ പ്രായം കുറഞ്ഞ കഥാപാത്രങ്ങളിലുള്ള നടന്മാർ എന്ത് ചെയ്യുമെന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പണ്ട് നടത്തി. ബ്രോഡാഡിയിൽ 42 വയസ്സുകാരനായ പൃഥ്വിരാജാണ് മീന എന്ന് പറയുന്ന നടിയുടെ അമ്മ. അത് അവർ അത്ഭുതപ്പെട്ടു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാനത്ത് അദ്ദേഹം സംവിധാനം ചെയ്യുന്നൊരു സിനിമയല്ലേ. എന്നാൽ പിന്നെ ആ കഥാപാത്രത്തിന് അത് ആപ്റ്റല്ലല്ലോ. മീന എന്ന് പറയുന്ന നടിയുടെ അമ്മയായിട്ട് 42 വയസ്സുള്ള പൃഥ്വിരാജിനേക്കാളും നല്ലത് ഒരു 25 വയസ്സുകാരൻ വരുന്നതല്ലേ കുറച്ചും കൂടെ ആപ്റ്റ് എന്ന് പുള്ളി ചിന്തിച്ചില്ല. പുള്ളി തന്നെയല്ലേ അഭിനയിച്ചത്. മലർവാടി ചെയ്യുന്ന സമയത്ത് ദിലീപ് ശ്രീനിവാസന് ഡേറ്റ് കൊടുക്കണമെങ്കിൽ ദിലീപിന് ഡേറ്റ് കൊടുത്താൽ വരും. ദിലീപ് സൂപ്പർ സ്റ്റാറായിട്ട് കത്തി നിൽക്കുന്ന സമയമല്ലേ അത്. അയാളുടെ പൈസ നഷ്ടം വരുമോ? അപ്പോൾ അയാൾ ചെയ്തത് സ്വന്തം കയ്യിലിരിക്കുന്ന പൈസ കൊടുത്തിട്ട് പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് പുതിയ സംവിധായകൻ, അന്ന് വിനീത് ശ്രീനിവാസൻ പാട്ടുകാരനാണ്, നമ്മൾ സംവിധായകനായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് നമുക്ക് അറിയത്തില്ല. അത് 2010 ഇന്നത്തെ കണക്ക് എല്ലാവർക്കും വന്ന സംവിധാനം അത്ര ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈമിംഗ് അല്ല അത്. പാളിപ്പോയാൽ നഷ്ടം ആർക്ക് വരും? ദിലീപിന് വരും. അപ്പോൾ ആ നഷ്ടം ഇന്ന് വന്നാലും പ്രശ്നമില്ല എന്നോ ചിന്തിക്കാനുള്ള ഒരു തോട്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. പിന്നീട് മെമ്പർ രമേശിനെ പണം അർജുന അശോകനെ നായകനാക്കി അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല ദിലീപ്. ഞാൻ പറഞ്ഞത് അത്തരത്തിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ മല്ലികാമ്മയുടെ മകൻ ചെയ്തതായി ഞാനൊന്നും കണ്ടിട്ടില്ല. അദ്ദേഹം നിർമ്മിച്ചതും സംവിധാനം ചെയ്തപ്പോഴൊക്കെ സൂപ്പർ സ്റ്റാറുകളെയും പിന്നെ അല്ലു അർജുനനെയും വിജയിയെയും ഒക്കെ, ഇത് ഞാൻ പറഞ്ഞത് കേട്ടതിന് ശേഷം പറഞ്ഞത് തെറ്റാണോ ഇല്ലെന്ന് മാത്രം ചോദിച്ചാൽ മതി. അല്ലാതെ നമ്മൾ വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപമല്ലല്ലോ. പറയുന്നൊരു സ്റ്റേറ്റ്മെന്റിന് മറുപടി തരികയാണ്. അപ്പോൾ ഇതിൽ വിജയിയുടെ അല്ലു അർജുൻ്റെ ഒക്കെ പടങ്ങൾ ഒരു കാലത്ത് ഇവിടെ വന്നപ്പോൾ വിമർശിച്ച ആളാ പുള്ളി. മലയാള സിനിമയ്ക്ക് നഷ്ടം വരുമെന്ന് പറഞ്ഞ ആളാ ഇത്. അതേ ഞാനത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. അതെ, എനിക്കല്ലാതെ ഇപ്പം അമ്മ മകൻ്റെ അടുത്ത് പറഞ്ഞ അഭിപ്രായം, മകനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞ അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിഷമവുമില്ല. മറിച്ച് മലയാള സിനിമയിൽ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നടിക്ക് മലയാള സിനിമയിൽ ഒന്നും ആകാതെ എവിടെയോ ഒരു മൂലയ്ക്ക് കിടക്കുന്ന അഖിൽമാരാർ പറഞ്ഞൊരു അഭിപ്രായത്തോട് വൈകാരികമായ വിദ്വേഷം വരണമെങ്കിൽ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് വേണം മറുപടി പറയാൻ. ഞാനും പറഞ്ഞ ഒരു പരിപാടിക്ക് ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അല്ലാതെ എനിക്കിപ്പം നമ്മൾ ആ അഭിപ്രായം അവിടെ പറഞ്ഞത് കഴിഞ്ഞു. നാളെ ഇപ്പം ഞാനിത് പറഞ്ഞപ്പം നാളെ ഇനിയിപ്പം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൽ ഒരു പുതിയ 4 പേരെ വെച്ചിട്ടൊരു സിനിമ വന്നാൽ അവർക്ക് പ്രയോജനപ്പെടത്തില്ലേ? ഈ പുതിയതെന്ന് പറയുമ്പം ഇപ്പോൾ സ്റ്റാർ വാല്യുള്ള നസ്ലിനാണ് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പം ശ്രദ്ധിക്കപ്പെട്ടു വരുന്ന സന്ദീപോ അങ്ങനെയുള്ള ആൾക്കാർ അവരൊക്കെ പുതിയ തലമുറയുടെ ആരാധകരും സ്റ്റാറുകളുമായി മാറിക്കഴിഞ്ഞു. നിന്നെ നായകനാക്കി ഒരു പടം എടുക്കണം.